ഇന്നത്തെ വായനയിലെ തുടക്കം ടോട്ടോച്ചാൻ, ജനാലക്കരികിലെ വികൃതിക്കുട്ടി, തെസ്കോ കുറയാനഗി. ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അൻവർ അലി. അവളുടെ വിശേഷങ്ങൾ കേൾക്കാൻ മറ്റാരും ഇത്രയും മെനക്കെട്ടിട്ടില്ലല്ലോ. ടോട്ടോച്ചൻ തനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടുമുട്ടുകയായിരുന്നു. ഊണിനു നേരമായല്ലോ. പോക്കറ്റിൽ നിന്നും വാച്ചെടുത്ത് നോക്കിക്കൊണ്ട് മാസ്റ്റർ പറഞ്ഞു. സമയം നോക്കുന്നതെങ്ങനെയെന്നു കൊച്ചു ടോട്ടോ ഇനിയും പഠിച്ചിട്ടില്ല. എങ്കിലും നേരം ഒരുപാടായതുപോലെ അവൾക്ക് തോന്നി. 12 കഴിഞ്ഞിരിക്കുന്നു. ടോട്ടോച്ചനും അമ്മയും എത്തിയത് 8:30-ന്. നീണ്ട 4 മണിക്കൂർ സമയം. നോക്കാൻ അറിയുമായിരുന്നെങ്കിൽ മാസ്റ്ററോടുള്ള അവളുടെ അത്ഭുതകരങ്ങളുടെ അളവ് ഇപ്പോഴത്തേതിലും എത്രയോ കൂടുതലായിരുന്നേനെ. ഇത്രയേറെ സമയം അവളുടെ കലമ്പൽ കേൾക്കാൻ ഇന്നോളം ആരും മിനക്കെട്ടിട്ടില്ല. ഒരു 7 വയസ്സുകാരിക്ക് ഇങ്ങനെ 4 മണിക്കൂർ നിർത്താതെ വിസ്തരിച്ചുകൊണ്ടിരിക്കാൻ എന്ത് വിശേഷമാണുള്ളതെന്നോർത്ത് അവളുടെ അമ്മ മിഴിച്ചു നിന്നുപോയി ഇരിക്കണം. അമ്മയേക്കാളേറെ പഴയ ടീച്ചറും. സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്നറിഞ്ഞാൽ പരിഭ്രമിക്കാത്തവരില്ല. ടോട്ടോച്ചൻ അറിഞ്ഞിരുന്നില്ല അവളെ പുറത്താക്കിയതാണെന്ന്. അറിഞ്ഞാൽ പോലും അവൾ അതിൽ വ്യാകുലപ്പെടാൻ വഴിയില്ല. കാരണം ചിരിച്ചും കളിച്ചും കുസൃതികൾ കാട്ടിയും കുത്തിമറിഞ്ഞു നടക്കുന്ന പരിസരബോധം തീരെ കുറഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. നിഷ്കളങ്കതയുടെ ഒരു പരിവേഷമുണ്ടായിരുന്നു അവൾക്ക്. എല്ലാവരും തന്നെ കാണുന്നത് മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തതയായാണ്. അല്പം ഒരു അപൂർവതയോടെയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് തന്നെ അങ്ങനെ തോന്നിയിരുന്നു. കൊബായിഷി മാസ്റ്ററുമായുള്ള സമാഗമം അവൾക്ക് ആശ്വാസമേകി, അവളെ സന്തോഷിപ്പിച്ചു. എക്കാലവും മാസ്റ്ററോടൊത്ത് കഴിയാനായെങ്കിൽ അവൾ ആഗ്രഹിച്ചു. ഭാഗ്യമെന്ന് പറയട്ടെ, ആ ആദ്യ ദിനത്തിൽ അവളെപ്പോലെ സൊസാക്കും കൊബായാഷി എന്ന കൊബായാഷി മാസ്റ്റർ തിരിച്ചും അതുതന്നെയാണ് ഇച്ഛിച്ചത്. ഉച്ചയൂണ് തീവണ്ടി വച്ചല്ല, അസംബ്ലി ഹാളിലാണ്. കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നിടത്ത് ടോട്ടോച്ചനെ കൂട്ടിക്കൊണ്ടുപോകുന്നതിനിടയിൽ മാസ്റ്റർ പറഞ്ഞു. അവൾ നേരത്തെ കയറിവന്ന കൽപ്പടവുകൾക്കു മുകളിൽ തന്നെയായിരുന്നു അസംബ്ലി ഹാളും. അവർ ഹാളിലെത്തി. മേശകളും കസേരകളും നീക്കി നിരക്കുന്നതിൻ്റെ പരുക്കൻ ശബ്ദം. കുട്ടികൾ ഊണിനുള്ള തയ്യാറെടുപ്പിലാണ്. അവർ ഇരിപ്പിടങ്ങൾ വട്ടത്തിൽ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. ടോട്ടോച്ചൻ മാസ്റ്ററോടൊപ്പം വിശാലമായ ഹാളിൻ്റെ ഒരു കോണിലേക്ക് മാറിനിന്നു. അവൾ ശ്രദ്ധിക്കുകയായിരുന്നു. ബാക്കി കുട്ടികളൊക്കെ എവിടെ? മാസ്റ്ററുടെ നീളൻ ഷർട്ടിൻ്റെ തുഞ്ചത്ത് പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ സംശയം പ്രകടിപ്പിച്ചു. എല്ലാവരും ഉണ്ടല്ലോ, മാസ്റ്റർ പ്രതിഭവിച്ചു. ആ, എല്ലാവരുമോ? അവൾ അത്ഭുതം കൂറി. പഴയ സ്കൂളിലാണെങ്കിൽ ഒരു ഡിവിഷനിൽ തന്നെ ഇത്രയും പേരുണ്ടാവും.